ഹലോ ഗൈസ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ബിരിയാണി വെക്കാൻ പോവാണ്. ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴുകി വെച്ച ചിക്കനിലേക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിങ്ങനെ സകലമാന പൊടികളും ചേർത്ത് കുറച്ച് മല്ലിയിലയും തൂവി ചിക്കൻ അങ്ങനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. എൻ്റെ കോൺഫിഡൻസ് കണ്ടാൽ അറിയത്തില്ലേ, നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. എന്തായാലും കോൺഫിഡൻസ് ഒന്നും കൈവിടുന്നില്ല. തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. ചേട്ടനുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ ബിരിയാണി വെക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ ചേട്ടനാണ് സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി തരാറുമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് ഒരു കലമൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഉള്ളിയൊക്കെ വാടാനായിട്ട് വെച്ചു. പിന്നെ കുറച്ച് മസാലയൊക്കെ എടുത്ത് തട്ടി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞ് വെച്ചു കേട്ടോ. ചേട്ടനാണെങ്കിൽ അടുത്ത് നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്. ഞാൻ അതുപോലൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുമുണ്ട്. എൻ്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ബിരിയാണി ശരിയാവണേ ഭഗവാനെ എന്നായിരുന്നു. ഞങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ അരിയൊക്കെ കുതിർക്കാൻ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കുതിർത്ത അരിയും കൂടി കലത്തിലോട്ട് തട്ടിയിട്ട് അരി അങ്ങോട്ട് സെറ്റാവാനായിട്ട് മാറ്റി വെച്ചു. അരി അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ചിക്കനുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ ചിക്കൻ അങ്ങോട്ട് വറുക്കാനും വെച്ചു. ചിക്കൻ പകുതി വേവായപ്പോഴത്തേക്കും ഞങ്ങൾ ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചെടുത്തതിനേക്ക് തട്ടി ചിക്കൻ കറിയും കൂടെ അങ്ങോട്ട് സെറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ബിരിയാണി സെറ്റാക്കി എടുക്കാം. അടുപ്പിലേക്ക് ഒരു ഉരുളയൊക്കെ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ആദ്യത്തെ ലെയറായിട്ട് നല്ല രീതിയിൽ റൈസൊക്കെ അങ്ങോട്ട് വിളമ്പി. പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് മസാലയൊക്കെ അങ്ങോട്ട് വിളമ്പി ഫ്രൈ ചെയ്ത ഓണിയനും കശുവണ്ടിയും കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ തൂവി നല്ല രീതിയിൽ ലെയറായിട്ട് ഇതിനെ സെറ്റാക്കി എടുത്തു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ, മറക്കല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും ലെയറായിട്ട് നമ്മുടെ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരുന്നു. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരുന്നു. സത്യം പറയാലോ, കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയാവുന്നു. അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് പറയുകയല്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ അവസാനം തോനെയും നെയ്യും ഒക്കെ അങ്ങോട്ട് വിളമ്പിട്ട് ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ സ്മോക്കൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ദം ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. എൻ്റെ മനസ്സിലാണെങ്കിൽ ഇത് ശരിയാവോ ശരിയാവത്തില്ലോ എന്നുള്ള വെപ്രാളമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളൊന്ന് ദമ്മ് പൊട്ടിച്ചു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല നെയ്യുടെ മണമൊക്കെ എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. തോനെ ഗ്യാസിനിട്ടൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തോനെയും മസാലയും കുറേ റൈസും ഒക്കെ അങ്ങോട്ട് വിളമ്പി. എൻ്റെ പൊന്നോ, നല്ല രസമുണ്ട്, നല്ല മണമായിരുന്നു. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ അങ്ങോട്ട് എടുത്ത് ആ മഞ്ഞക്കരുവൊക്കെ അങ്ങോട്ട് ചോറിൽ ഞെവിടി കഴിക്കണം. എനിക്ക് പണ്ടേ മഞ്ഞക്കരു ചോറിൽ ഞെവിടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഒരു മുട്ടയൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു. ആ ചിക്കൻ ആണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. നല്ല ജ്യൂസി ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങളുടെ പഴയ വീഡിയോയാണ് ഗാലറി കിടന്നത്. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ.